ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, ഇരുട്ടാണ്. വിചാരിക്കുന്നു ഇന്നും വളരെ സിമ്പിളായൊരു കറിയാണ് കേട്ടോ. കായും ചെറുപയറും വെച്ചിട്ട് മുളകുശിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. എന്നും പറയുമ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ഉണ്ണി കായ് ചെറുത് കണ്ടിട്ട് നോക്കിയാണ്, തോല് കളയണില്ല കേട്ടോ. തോല് കളയണ്ട കേട്ടോ. ഇപ്പോഴത്തെ പച്ചമുളകൊന്നും എരിവില്ല. അപ്പുറത്തെ വീടത്തെ സൗണ്ടാണ് കേട്ടോ കേൾക്കണത്. നമ്മുടെ വീഡിയോയിൽ ഫുള്ള് അപ്പുറത്തെ വീടത്തെ സൗണ്ടാണ്. ചേച്ചി കുറച്ച് തിരക്കാ രാവിലെ. ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് കറി വയ്ക്കാം. ചെറുപയർ കുതിർത്തതാണ് കേട്ടോ, ഒരു ഗ്ലാസ് ഉണ്ട്. രണ്ട് ചെറിയ കായ് കേട്ടോ, തോല് കളഞ്ഞിട്ടില്ല. എനിക്കൊരു 3 പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 4 വിസിൽ വരട്ടെ. കറി വെന്താ നോക്കാം. വെന്തു കേട്ടോ കറക്റ്റായിട്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. കുറച്ച് പച്ചക്കറി വെച്ച് ഇട്ട് കൊടുക്കുക. താളിക്കില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓഫാക്കുക. കറി റെഡി ആയിട്ടാണ്ട. ഉരുകിയിട്ട് നല്ല വെന്ത് ഉടഞ്ഞു. എന്നാൽ ഉടഞ്ഞിട്ടില്ല. ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പപ്പടമുണ്ടെങ്കിൽ അച്ചാറുണ്ടെങ്കിൽ അടിപൊളി. ദോശയാണ് കേട്ടോ കഴിക്കാൻ. രാവിലെ ഉഴുന്നില്ലാത്ത ദോശയാണ്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കാണാത്തവരൊന്ന് കാണാം കേട്ടോ. ഷോർട്സ് വേഗട്ടെ. കഴിക്കാനി കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി വെക്കാൻ കേട്ടോ. സവാള, കറിവേപ്പില, എല്ലാവർക്കും അറിയില്ല ചേട്ടൻ പൊടിയായിരുന്നു. കുറച്ച് മുളക് പൊടി കൊടുക്കാം. ചതച്ച മുളകാണെങ്കിൽ അതിൽ നല്ലതാണ്. അതില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കോവയ്ക്കൊക്കെ പൊടിയായിരുന്നു. ടേസ്റ്റ് കൂടുമല്ലോ.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മെഴുക്ക് അതിനെക്കാട്ടി തോരൻ വെക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് തോന്നുന്നു. നമ്മുടെ ഉമ്മിക്ക് തോരനാണ് കൂടുതൽ ഇഷ്ടം. ഒന്നും കഴിക്കൂട്ടാ. എനിക്കെല്ലാം പോകും, പക്ഷെ കൂടുതൽ ഇഷ്ടം തേങ്ങയൊക്കെ ഇട്ട്. ഇന്ന് തേങ്ങയില്ല, അപ്പോൾ തേങ്ങയില്ലാത്ത കറികൾ. അല്ലേ ഉണ്ടെങ്കിൽ എല്ലാത്തിലും തേങ്ങയുടെ ഇല്ലെങ്കിൽ ഒന്നിലും ഇടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. തേങ്ങ ദിവസം വാങ്ങണം. എന്തിനാ നിയമമായിരുന്നു. മീൻ കൂട്ടുന്നില്ല. അരച്ച് വെച്ചിട്ട് വേഗട്ടെ കേട്ടാ. വല്ലാത്ത അടപ്പ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടാ. ചോറ് കഴിച്ച് കൊണ്ടത് ഓഫാക്കാം. ഏട്ടന് ചോറാക്കുക കേട്ടാ. ഇന്ന് ഉണ്ണിക്ക് സ്കൂളില്ലല്ലോ. മെഴുക്കുവരട്ടി അറിയാം. പഠിക്കാനും വർക്ക് ചെയ്യാനും ഉണ്ട് കേട്ടോ ഉണ്ണിക്ക്. അതെ, മഴ പെയ്തു കൊണ്ടാ. അത് മഴ പെയ്തു, അപ്പം എന്നാൽ പൊതു അവധിയായി. അല്ലെങ്കിൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ. അതെ, നല്ല മഴ കേട്ടാ. ഇത്രേ ഉള്ളൂ. ചേട്ടനെ പണിക്ക് പറഞ്ഞാൽ മഴയിൽ തന്നെ പോകണം. രാവിലെ ചോറിട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് വന്ന് കഴിക്കുന്ന കേട്ടോ. കണ്ടോ, മഴയത്ത് നല്ല മഴയാണ് ഇവിടെ. ദിവസം വരും. ഇവർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടത്. ഇതൊന്നുമല്ല, ഒരു 100 ഉണ്ടാകും. ഇപ്പോൾ ഒരു 10 കുറച്ചുള്ളൂ. എവിടുന്നാ വരുന്നൊരു പിടുത്തമില്ല. നോക്ക്, കൂട്ടത്തിൽ കാക്കി. നല്ല രസമാണ് അടുത്ത് വന്ന് കഴിക്കുമ്പോൾ. ധോണിൻ്റെ ഫിസിക്സ് അസൈൻമെൻ്റ് ആണ് കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾ. ഭംഗിയുള്ള ഡെക്കറേഷൻ. ഇത് ഫ്രണ്ട് പേജാണ് കേട്ടോ. രണ്ടാമത്തെ പേജ് കാണിച്ചതാ. ഇത് രണ്ടാമത്തെ പേജ്. ഇഷ്ടംപോലെ പേജുണ്ട്. ഇത് മൂന്നാമത്തെ പേജ്. ഇതൊരു പച്ചമഞ്ഞ പോയി. ഡിസൈൻ എങ്ങനെയുണ്ട്? ഇതാ, ഈ ഡിസൈൻ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. ഇത് അടുത്ത ഡിസൈൻ. ഇതുപോലത്തെ ഡിസൈൻ കൂടിപ്പോയോ? ഇതാ, ഇത് സ്പെഷ്യൽ ഡിസൈൻ. കുറച്ച് വെറൈറ്റി. ഇത് ലാസ്റ്റത്തെ. ഇതെങ്ങനെയുണ്ട് ഈ പൂവ്? സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടു. ഇതാണ് അസൈൻമെൻറ്റ്. തിങ്കളാഴ്ച കൊണ്ടുപോകാൻ പറഞ്ഞതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.